ഇന്നിവിടെ കുറച്ച് പുറം പണിക്ക് വേണ്ടി ഒരാൾ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ മെയിനായിട്ട് പണിക്ക് നിൽക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടനും കൂടി കണക്കാക്കിയാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ആലു പൊറോട്ടയാണ്. ഇവിടെ ആലു പൊറോട്ടയ്ക്ക് വേറെ കറിയോ അങ്ങനെ ഒന്നും വേണ്ട. ഞാൻ ആലു പൊറോട്ട ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പോളിത്തീൻ കവറിൽ വെക്കും. അപ്പോൾ എന്താണെന്ന് കേട്ടോ, നമ്മുടെ കയ്യിൽ പൊടിയോ അങ്ങനെ ഒന്നും ആവത്തേമില്ല. കുറേ പൊടിയിലിട്ട് മുക്കി ചിലപ്പോൾ വിട്ട് കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലു ഉള്ളിൽ വെക്കണമല്ലേ, ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് ഉള്ളിൽ വെക്കണ കാരണം ചില സമയത്ത് വിട്ട് കിട്ടത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ പോളിത്തീൻ കവറിൽ ഇതേപോലെ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പറായിട്ട് പോരുകയും ചെയ്യും, നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ആ ചേട്ടൻ ഒരു 9 മണി ആയപ്പോഴേക്കാളും വന്നായിരുന്നു. ഇവിടെ സ്ഥിരം ചെയ്യണ പണിക്കാരനാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടനെ നോക്കി ഇത്തമ്മ നോക്കിയിരിക്കണേ. പിന്നെ അംഗനവാടി പോകണം, 9:30 ആകുമ്പോൾ ഞാൻ അംഗനവാടി കൊണ്ട് ആക്കണേനെ. അപ്പോൾ അവിടെ കുറച്ചൊന്ന് കട്ടകളൊക്കെ ഇട്ടിട്ടുണ്ടായി, അതൊക്കെ ഒന്ന് മാറ്റാനും അവിടെ ചേമ്പർ ഒന്ന് പൊക്കാനൊക്കെ ആയിട്ടാണ് നിർത്തിയേക്കണത് കേട്ടോ. 2 ദിവസം എണ്ണ ഇട്ടിട്ട് എഴുത്തിൻ്റെ തലയിൽ. അപ്പോൾ ഇന്ന് തലയിൽ എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിച്ച് അംഗനവാടി കൊണ്ട് ആക്കി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ചേട്ടന് ചായ കൊടുത്തത് കേട്ടോ. ഞങ്ങളുടെ വീട് വെച്ച കോൺട്രാക്ടറിൻ്റെ പണിക്കാരനാണ് കേട്ടോ ഇത്. ഇന്ന് ഉച്ചയ്ക്ക് ഇത്തിരിയേ ചോറ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ചവരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ.